സാക്ഷാൽ ഭഗവതി തന്നെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇപ്പൊ എന്താ സംശയം? ഗോപാൽജി എങ്ങോട്ടാ? നമ്മുടെ DSP ചെറിയാൻ ഒരു ട്രാൻസ്ഫർ വേണം. അതിന് മിനിസ്റ്ററെ കാണേണ്ട കാര്യമില്ല, SP വിചാരിച്ചാ മതി. എന്താ സാവത്രി കുട്ടി, ഇങ്ങനെയൊക്കെ ആയാൽ ജീവിതത്തിലൊരു അർത്ഥം വേണ്ടേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ജീവിക്കാൻ എന്ത് സൗകര്യം ഉണ്ടായാലും സ്വന്തം കാര്യം നിൽക്കണം. ഞാൻ എന്റെ സ്വന്തം കാലിലാണല്ലോ നിക്കണത്. ഞങ്ങള് രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം ഈ കാലല്ല. അന്യ ആശ്രയം കൂടാതെ ജീവിക്കുക. അതിനെന്ത് വേണം? ഒരു ഉദ്യോഗം വേണം. ആവശ്യം വരുമ്പോ അറിയിക്കാം. സാവത്രി കുട്ടിയുടെ കാര്യത്തിന് സ്ട്രെങ്ത് പോരാ, STD തന്നെ വേണം. ഞാൻ ദേവന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറിയ 30 ദിവസത്തിനകം ദേവനെ വിട്ടിരിക്കും. അപ്പൊ അറിയാം എന്റെ ഇൻഫ്ലുവൻസ്. അതിന് ദേവേട്ടൻ വന്നൂലോ. അപ്പോ ഇപ്പോ ദാ ആൽത്തറയിൽ കിടക്കുന്നു, ഞാൻ കണ്ടല്ലേ. എന്താ ഇയാള് കളിക്കുക? ഒരാഴ്ചക്കും പറയണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല ഹോം മിനിസ്റ്റർ പറഞ്ഞത്. എന്താ അങ്ങനെ ചെയ്തത്? ഈ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു ഡിന്നർ. ആ സമയത്ത് ഒരു വാക്ക് എന്നോട് പറയണ്ടേ? പറയില്ല, എനിക്കറിയാം, ഞാൻ ഫയർ ചെയ്തോളാം. ശരി ശരി. അത് ചെറിയച്ച, ദേവേട്ടൻ വന്നു. അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനയും പോയി, രാജാവും പോയി, മന്ത്രി അങ്ങോട്ട് വെട്ടി. അമ്മൂന്ന് തിടുക്കയില്ല അച്ഛാ. ഒരു വര അങ്ങനെ ഇരിക്കാം. എന്താ? അപ്പോ അപ്പോ എന്തൊരു ഉറക്ക ഇത്? എത്ര നേരായി? എണീക്ക്. അപ്പോ ദേവേട്ടൻ വന്നു. നമ്മുടെ ദേവേട്ടൻ. ദേവേട്ടൻ വരണു. ഓപ്പോൾക്ക് തോന്നിയതാവും. അല്ലാന്ന്, ഞാൻ ദേവേട്ടനെ കണ്ടു, സംസാരിച്ചു. നിനക്ക് ഇനിയും വിശ്വാസമായില്ല അല്ലേ? വേണ്ട, കാണാലോ. ഒന്ന് പോയി കുളിക്കാൻ നോക്കന്റെ അപ്പു. അച്ഛൻ വരാറായി. ചെല്ലപ്പൂ. വിശാലാക്ഷി ടീച്ചറെ, നമ്മുടെ നമ്പൂരി ഭാഷ ഒരു രസികൻ ശ്ലോകം ചൊല്ലിയില്ലേ? എനിക്കതൊന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. സരസിജമുഖിയാളാം ശാന്ത പാർക്കുന്ന വീട്ടിൽ കഥവുകളടയാറില്ല അർദ്ധരാത്രിക്കു പോലും അവളുടെ അനുജത്തി. മാനേജർക്ക് ഇതല്ലാതെ വേറൊരു വിചാരമില്ല. ആദ്യം തുപ്പല നടക്കട്ടെ. എന്താ കാര്യം? അല്ല അല്ല, നമ്മുടെ കൂടെ കണ്ടില്ല. അവൻ ഊരു ചുറ്റല്ല. വിശാലാക്ഷി, നന്ദിനി, ഗോവരി, ഇതിൽ എന്റെ STD ഉണ്ടല്ല. എങ്ങനെ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു ജോലിക്ക് വേണ്ടി എന്നെ സമീപിച്ചവരും ഇവിടെ എല്ലാം. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ദേവം വന്നു. ആളുകൾ പലതും പറയുന്നുണ്ട്. കണ്ട ഒരു സന്യാസിയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ഇനി ആരുടെയൊക്കെ കൈയും കാലും തലയൊക്കെ പോകാൻ പോണെന്ന് ആര് കണ്ടു? തനിക്ക് എന്താ പ്രാന്തുണ്ടോ? താൻ അവനെ നേരിട്ട് കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. ഇത് തന്നെ എന്നോട് പറഞ്ഞവരോട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. 4-5 കൊല്ലം മുമ്പ് കാശിയിൽ കണ്ടുവന്ന് ചിലർ, രാമേശ്വരത്തെ കണ്ടെന്ന് വേറെ ചിലർ, തിരുപ്പതിയിൽ ചത്തു കിടക്കുന്നു നാട്ടുകാർ. ഇപ്പൊ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവരാരിപ്പോ ദൈവോ? എടോ, മജിസ്ട്രേറ്റും ജഡ്ജിയും ഒക്കെ ഇവനെ 14 കൊല്ലം ജയിലിൽ കിടത്തിക്കോളാമെന്ന് എന്റെ ഉള്ളം കയ്യിൽ അടിച്ച് സത്യം ചെയ്തതാ. എന്നിട്ടിപ്പോ മിനിസ്റ്റർ എന്നോട് STD പറഞ്ഞതാ, ഗോപാൽജി ഇവനെ അകത്തിട്ടോളാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തെന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ വിപ്ലവവും അവശജനോദ്ധാരണവും അവർണപ്രണയവും കണ്ടപ്പോഴേ തോന്നിയതാ ഇതൊടുക്കാം സന്യാസത്തിലെ അവസാനിക്കുമെന്ന്. ഇനിയിപ്പോ ബ്രഹ്മത്തൻ എന്താ ചെയ്യാൻ നോക്കാം. നന്നായി. മരുമകനെ ആട്ടിപ്പുറത്താക്കിയ മഹാനാണല്ലോ സർവകലാവല്ലഭനായ വലിയ തിരുമേനി. തിരിച്ചു വന്ന മരുമകനെ
ഇനി പുറത്ത് നിർത്തുവോ അകത്ത് കയറ്റുവോ ഒന്നും നോക്കാം. ഇതെന്താ ഒരു പിണക്കം പോലെ? ഇങ്ങനെ ഒരുത്തിയെ കുറിച്ച് ഒരു വിചാരം പോലും ഇല്ല. തിരുമേനിയെ പണ്ടേ എനിക്കിഷ്ട. അതെ, ശൃംഗാരം ഒന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ തെക്കേപ്പാട്ടെ ആ കോന്തം നായരെടുത്ത് മതി കേട്ടോ. ആ തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ ആചാര തേടി അങ്ങോട്ട് വരികയായിരുന്നു. എന്താ തോമേ പ്രത്യേകിച്ച്? എനിക്കൊരാഗ്രഹം കുറച്ചു കാലമായിട്ടോ തുടങ്ങിയിട്ട്. അനക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആഗ്രഹാവില്ല, ദുരാഗ്രഹാവും. ഞാൻ ഇന്നൊന്നലും കണ്ടുടങ്ങിയതല്ലോ. ആചാര ഞാൻ ഒരു 6 പിശുക്കനാണെന്ന് നാട്ടുകാരൊക്കെ പറയണ്ടെങ്കിലും മനസ്സറിഞ്ഞൊരു നല്ല കാര്യം ചെയ്യാൻ പോവാ. അതിന് കൂട്ടുപിടിക്കാൻ ഈ നാട്ടിൽ 2 ആളേ ഉള്ളൂ. ഒന്ന് ആചാരും, ഒന്ന് ആ ബ്രഹ്മദത്തം തിരുമേനിയും. കാര്യം കാണാൻ ഈ ചന്തള്ള വർത്താനം പറയാൻ നിനക്ക് മനസ്സിലായി. എന്താ എന്റെ പുറപ്പാട് കേക്കട്ടെ. എന്റെ അപ്പന്റെ പാവനസ്മരണയ്ക്ക് വേണ്ടി ഒരു ആശുപത്രിയും സ്കൂളും കെട്ടിക്കലൊന്ന് വിചാരിക്കണം. അപ്പന്റെ പേര് ദാ ഇങ്ങനെ ലോന കുഞ്ഞുപറീതിന്റെ പാവനസ്മരണയ്ക്കായിന്ന് മാർബിളിൽ വെണ്ടയ്ക്ക അക്ഷരത്തില് കൊത്തിവെക്കുന്നത് കാണാൻ ഒരു കെമന്യല്ല എന്റെ പൊന്നാചാരെ. ചുരുക്കം പറഞ്ഞ അന്റെ പൊങ്ങച്ചത്തിന് ഞാൻ കൂട്ടുവെക്കണം അല്ലേ? ഇവിടെ പൊങ്ങച്ചത്തിന്റെ പ്രശ്നമില്ല, ദാനധർമ്മണം നടത്തണത്. അനക്ക് സ്കൂളും ആശുപത്രിയൊക്കെ പണിയാൻ സ്ഥലം വേണം. ബ്രഹ്മദത്തന്റെ സ്ഥലം കൊടുക്കാൻ പോണൂന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞ് എനിക്ക് ഇടപാടാക്കി തരണം. അതിനല്ലേ ഈ പയമ്പുരാണൊക്കെ നമ്മളോട് പറഞ്ഞ്. എന്റെ കുട്ടൻസ് കറക്റ്റായിട്ട് ഹാജിയാർക്കും മനസ്സിലായി അല്ലേ? തിരുമേന്റെ അടുത്ത് പറയാൻ പറ്റിയ ആള് ഹാജിയാരാ. തോമേ, ഞാൻ മൂപ്പരോട് കാര്യം പറയാം. പക്ഷേ ആ നല്ല മനുഷ്യനെ വെറുതെ ഒരു ഇടങ്ങറിലേക്ക് വലിച്ചഴിച്ചു എന്ന് പറയിപ്പിക്കാനുള്ള ഇടവരുത്തരുത്. ഈ നല്ല മനഃശുദ്ധിയോട് കൂടെ തന്നെയല്ലേ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് ഹാജിയാർക്ക് വിശ്വാസം പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? തിരുമേനിക്ക് യഥാർത്ഥ വില കൊടുക്കാന്നേ, വെറുതെ വേണ്ട. എന്നാ ഈ ഒരു കാര്യം ചെയ്യേ, നാളത്തെ കഴിഞ്ഞിട്ട് വാ, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോയി സംസാരിക്കാം. എന്താ? ശരി. വന്നുവല്ലേ? ഇവിടെ ഒരു ശുദ്ധികലശം ആവശ്യമാ. ഒരിക്കൽ ഉളിയെടുത്തപ്പോ ഒരു നെല്ലിട വ്യത്യാസത്തിൽ പണിതതാ നമ്മുടെ കൂത്തമ്പലം. ഇനി ഉളിയെടുത്താൽ നെല്ലിടയല്ല. എന്തിനാ കൃഷ്ണൻകുട്ടിയെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കണേ? നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമല്ല. നാട്ടുകാരല്ലോ എന്റെ പ്രശ്നം. ദേവൻ വന്നു എന്ന് കേട്ടപ്പോ തീരെ വിശ്വസിക്കാൻ തോന്നിയില്ല. നേരിട്ട് കണ്ടപ്പോഴാ ശ്വാസം നേരെ വീണത്. എവിടാന്ന് വെച്ചിട്ട് അന്വേഷിക്കുക? ഇല്ലത്തേക്ക് പോണില്ല എന്നറിഞ്ഞു. നിക്ക, അങ്ങനെ അങ്ങ് പോയാലോ? ഞാനൊരാശ്രയം തരാൻ വന്നതല്ലേ. ശ്രീദേവിയുടെ വീട്ടിലേക്കാണെങ്കിൽ ദേവന് പോവാൻ സാധിക്കില്ല എന്നറിയാം. പാവം കുട്ടി, എല്ലാം ഓർമ്മകളായില്ലേ. തമാശ കൊള്ളാം, പക്ഷെ കൊച്ചു വെളുപ്പങ്കാലത്തെ അങ്ങ് ഊതല്ലേ. അതിനുള്ള ആരോഗ്യം കാണാനില്ല. ഞാൻ തൊട്ടാ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോവും. നിങ്ങൾ ഉൾപ്പെടെ അന്ന് എന്നെ കൊലയാളിയാക്കാനല്ലേ ശ്രമിച്ചത്? അതായിരുന്നില്ലല്ലോ യാഥാർത്ഥ്യം? ആണോ? എന്നിട്ട് ഇപ്പോ പാവം കുട്ടി. ഇപ്പൊ പൊക്കോ. ദേവന്റെ ഈ അവസ്ഥയിൽ നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല. ഒരു ചെറിയമ്മാവന്റെ സ്ഥാനം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പോട്ടെ. അപ്പോ അംഗീകാരം സ്ഥാപിക്കലാണ് ഈ ക്ഷണത്തിന്റെ പിന്നിൽ. ഒന്നുകൂടെ കേട്ടിട്ട് പോവാ. അർഹതയില്ലാത്ത സ്ഥാനം അവിടെയും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ബ്രഹ്മദത്തൻ തിരുമേനിയെ, എന്റെ അമ്മാവനെ ഇന്നും ബഹുമാനിക്കുന്ന അനന്തരവനാ ഞാൻ. അങ്ങേരുടെ ദേഹത്തെങ്ങാനും തന്റെ കാറ്റേറ്റെന്ന് അറിഞ്ഞാൽ കരിച്ച് ചാമ്പലാക്കും ഞാൻ. പോണം.